ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പഴയ വാച്ച് എങ്ങനെ റീയൂസ് ചെയ്യാം എന്ന ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഉള്ള ഒരു വാച്ചാണ്. അപ്പോൾ ഇതിപ്പോൾ അധിക പേരുടെ കയ്യിലും കാണും, കാരണം ഇത് കുറച്ച് മുമ്പായിട്ട് നല്ല ട്രെൻഡായിട്ടുള്ളൊരു വാച്ചായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് രണ്ട് ഐഡിയാസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിലെ ബീഡ്സും അതേപോലെ വാച്ചും ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിനാണ്. ഇത് കുറച്ച് ലോങ് ചെയിൻ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഭാഗം മാത്രം ഒന്ന് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയിനിൻ്റെ ഒരറ്റത്തായിട്ട് ഇതുപോലെ ഒരു ഹുക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഈ ചെയിനിൽ തന്നെ ഉണ്ടായിരുന്ന ഹുക്കായിരുന്നു. അപ്പോൾ നമുക്കിതിനി രണ്ട് ഭാഗമായിട്ട് എടുക്കാം. അപ്പോൾ കുളത്ത് വെച്ച ഭാഗം കുറച്ച് ഷോർട്ടായിട്ടും മറ്റേ ഭാഗം കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ രണ്ട് ഭാഗങ്ങളാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത്ത് കൂടിയ ഭാഗത്ത് നമ്മളൊരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വാച്ചിൻ്റെ ജംറിങ്ങിലോട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുളത്ത് വെച്ച ഭാഗമാണ്. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ ഭാഗത്തും ഇതേപോലെ ചെയിൻ ഇട്ട് കൊടുത്ത് ജംറിങ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുളത്ത് ഇല്ലാത്ത ഭാഗത്ത് ഇതുപോലെ ഒരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കാം. ഇത് ആ വാച്ചിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇതിനിട്ട് കൊടുക്കുന്നത്. ഇനി അതിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ജംറിങ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡിസൈനാണ് ഇത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് 2 ബീഡ്സാണ്. അതേപോലെ തന്നെ ഒരു ചെയിനും എടുത്തിട്ടുണ്ട്. ഈ ചെയിൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ അളവിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ചെയിന് നമ്മൾ ജംറിങ്ങിലോട്ട് ഇതേപോലെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചെയിൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ ഒരു ഭാഗം ജംറിങ്ങിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഒരു സൈഡിൽ വാച്ചിൻ്റെ ഒരു സൈഡിൽ ജംറിങ്ങിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് ഒരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ സ്ട്രാപ്പിൻ്റെ കൂടെയുള്ള ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഇട്ട ശേഷം നമുക്ക് ആ ജംറിങ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ജംറിങ്ങിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡിസൈനും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നേരത്തെ ചെയ്ത ഡിസൈൻ്റെ കൂടെ ജസ്റ്റ് ഒരു ചെയിൻ അറ്റാച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇതേപോലെയാണ് നമ്മുടെ കയ്യിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഹുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഡിസൈൻ്റെ കൂടെ ജസ്റ്റ് ഒരു ചെയിനും കൂടെ അറ്റാച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പുതിയ മോഡലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ ചവറ്റുകൊട്ടയ്ക്ക് വലിച്ചെറിയുന്ന ഒരു വാച്ച് ഇതേപോലെ ഒന്ന് റീമേക്ക് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും